സയ്യിദുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. അപ്പോഴേ നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ എത്തിച്ചേരാൻ കഴിയൂ. സ്വർഗത്തിലേക്ക് കുറുക്കു വഴിയില്ല. അതുകൊണ്ട് ഞാനും നീയും സ്വീകരിക്കേണ്ടത് സ്വർഗപ്രാപ്തി നേടിയ മഹാന്മാരുടെ കർമ്മങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരണം. നമുക്കൊരു ഹദീസിലേക്ക് പോകാം. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇമാം ഇബ്നു ഖുസൈമ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമൻ, ഇന്ന് നോമ്പുകാരനായി നേരം വെളുത്ത ആളുകൾ ഈ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? ഇന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം ഉണ്ട്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ അല്ലാത്തൊരു ദിവസം ചോദിക്കുകയാണ്. റമളാൻ അല്ലാത്ത ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇന്ന് നോമ്പുകാരായി നേരം വെളുത്ത ആളുകൾ എത്ര പേരുണ്ട്? ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, അന, ഞാനുണ്ട് നബിയേ. ഫഖാല മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീനാ, ഇന്ന് മിസ്കീനിന് ഭക്ഷണം കൊടുത്ത ആരുണ്ട്? ഖാല അബൂബക്കറിൻ അനാ, ഞാനുണ്ട് നബിയേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ചോദ്യമാണ്, ഖാല മൻ തബിഅ മിൻകുമുൽ യൗമ ജനാസതൻ, ഇന്ന് ഒരു ജനാസയുടെ പിന്നിൽ പോയ കർമ്മം ചെയ്ത ആരാണ് ഈ കൂട്ടത്തിലുള്ളത്? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നു, അനാ, ഞാനുണ്ട് നബിയേ. ഫഖാല മൻ ആദ മിൻകുമുൽ യൗമ മരീളാ, ഇന്ന് രോഗസന്ദർശനം നടത്തിയ ആരുണ്ട് ഈ കൂട്ടത്തിൽ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ. അപ്പോഴാണ് സത്യം മാത്രം ഒഴിയുന്ന, അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ട് മാത്രം സംസാരിക്കുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മജ്തമഅത് ഹാദിഹിൽ ഖിസാലു ഫീ റജുലിൻ ഫീ യൗമിൻ ഇല്ലാ ദഖലൽ ജന്ന, ഈ ഗുണങ്ങളെല്ലാം ഒരാളിൽ ഒരു ദിവസം സമ്മേളിച്ചാൽ അയാൾ സ്വർഗത്തിൽ കടന്നിട്ടല്ലാതെ ഇല്ല, അയാൾ സ്വർഗത്തിലേക്ക് പോയ ആളാണ്. ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഓരോ കർമ്മങ്ങളും ഇഴകീറി പരിശോധിച്ചാൽ നിങ്ങളിൽ നിന്ന് നോമ്പുകാരായി പ്രഭാതമായ ആളാരാണ്? ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഇമാം നസായിയും ഇമാം അഹ്മദും ഇമാം ബൈഹഖിയും ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല കവചമായി നൽകിയിരിക്കുകയാണ്. ആരെങ്കിലും ഒരാൾ ഒരു ദിവസം അല്ലാഹുവിന് വേണ്ടി നോമ്പ് പൂർത്തിയാക്കിയാൽ ഖതമ ലഹു ബിഹി ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്ന ആളാണ്. എന്നിട്ട് പരിശുദ്ധമായ ഹദീസ് അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം, ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഇമാം തിർമിദി ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരാൾ അല്ലാഹുവിന് വേണ്ടി ഒരു ദിവസം നോമ്പ് ആത്മാർത്ഥമായി നിർവഹിച്ചാൽ അയാൾ നരകത്തിൽ നിന്ന് കാതങ്ങൾ ദൂരത്തേക്ക് മാറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് അയാൾ എത്തിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ആ കർമ്മമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരാൾ ഭക്ഷണം നൽകിയാൽ, പാവപ്പെട്ടവർക്ക് ആവശ്യമുള്ളവർക്ക് അന്നം നൽകിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അംർ ഇബ്നുൽ ആസ് തങ്ങൾ നിവേദനം ചെയ്യുകയാണ്, അയ്യുൽ ഇസ്ലാമി ഖൈർ, ഏറ്റവും ഇസ്ലാമിലെ പുണ്യമുള്ള കർമ്മമേതാണ്? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, തുത്ഇമുത് തആം, ആദ്യം തന്നെ പറയുന്നു ഭക്ഷണം നൽകലാണ്. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇമാം തബറാനി മുഅ്ജമിൽ ഉദ്ധരിക്കുന്നു, ഇബ്നു ഹിബ്ബാൻ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും ഒരാളുടെ വിശപ്പടക്കാനുള്ള ഭക്ഷണം നൽകിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഹദ് പർവതത്തിന് സമാനമായ പ്രതിഫലം അയാൾക്ക് നൽകുന്നതാണ്. ഇങ്ങനെ ഓരോന്നും നാളെ പരലോകത്ത് വരുമ്പോ അല്ലാഹു തആല ചോദിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഞാൻ വിശന്നിട്ട് എനിക്ക് ഭക്ഷണം തരാഞ്ഞതെന്തേ? അപ്പോൾ അള്ളാഹുവിന്റെ ദാസന്മാര് ചോദിക്കും, പടച്ചവനെ, നിനക്ക് വിശക്കുകയോ നിനക്ക് ഭക്ഷണം തരികയോ?
അപ്പൊ അള്ളാഹുവിന്റെ മറുപടിയാണ്, ഞാൻ വിശക്കുക എന്ന് പറഞ്ഞാൽ എന്റെ അടിമകളിൽ നിന്ന് ഒരാൾക്കൊരു മിസ്കീനിന് വിശപ്പുണ്ടായിട്ട് പരിഹാരമായി നിങ്ങൾ ഭക്ഷണം നൽകാഞ്ഞതെന്തേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതാണ്. മൂന്നാമതായി ഓരോ കർമ്മങ്ങളും ഇതുപോലെ വിശദീകരിച്ചു പറയേണ്ടതാണ്. ഓരോ ദിവസം എന്ന നിലക്ക് തന്നെ നോമ്പിന്റെ മഹത്വം പറയാനില്ലേ, ഭക്ഷണം നൽകുന്നതിന്റെ മഹത്വം പറയാനില്ലേ. ജനാസയുടെ പിന്നിൽ പോകുന്നതിന് വലിയ കൂലിയാണ്. മൻ തബിഅ ജനാസതൻ, ഒരാൾ ജനാസയുടെ പിന്നിൽ സഞ്ചരിച്ചാൽ, അതിന്മേൽ നിസ്കരിക്കുന്നത് വരെ ഒരാൾ സഞ്ചരിച്ചാൽ, കാന ലഹു മിനൽ അജ്രി ഖിറാത്ത്, അയാൾക്ക് ഒരു ഖിറാത്തിന്റെ പ്രതിഫലമുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ മയ്യത്തിനോടൊപ്പം നടന്നാൽ എന്നിട്ട് ആ മയ്യത്തെ മറമാടുന്നത് വരെ അതിന്റെ കൂടെയുണ്ടായാൽ, കാന ലഹു മിനൽ അജ്രി ഖിറാത്താനി, അയാൾക്ക് 2 ഖിറാത്ത് സമ്മാനം ലഭിക്കും. വൽ ഖിറാത്തു മിസ്ല ഉഹദ്, അവിടുന്ന് ഉഹദ് പർവ്വതത്തിന്റെ സമാനമായ പ്രതിഫലം. അതാ 2 ഉഹദ് മലയുടെ സമാനമായ പ്രതിഫലമാണ്. ഒരു മയ്യത്തിന്റെ കൂടി അത് ഖബറടക്കി പിരിയുന്നത് വരെ കൂടെയുണ്ടായാൽ 2 ഉഹദ് പർവ്വതത്തിന്റെ സമാനമായ കൂലിയാണ് എന്ന് പറയുന്നതാരാണ്? മദീനയുടെ നായകൻ മുഹമ്മദുർ റസൂലുള്ളാഹി.